ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ സാധാ സാറ്റർഡേ സൺഡേ പിള്ളേർ കറങ്ങാൻ പോകാറാണ് പതിവ്. എന്ന് വെച്ചാൽ നമ്മൾ ഭക്തിയുള്ള പിള്ളേരെല്ലാം കൊണ്ട് വടക്കുന്നാഥലിലാണ് പോണത്. വെറൈറ്റിക്ക് തൃശ്ശൂർ വന്നിട്ട് വടക്കുന്നാഥൽ ഇതുവരെ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. സോ അതാരണം കൊണ്ട് ഇവരൊക്കെ പോയതാണ്. വാഴകളൊക്കെ അടിച്ചു വെക്കണം. ഇവരൊക്കെ പോയതാണ്. ഞാൻ പോയിട്ടില്ല. ഞങ്ങളെ മാത്രമേ പോകത്തുള്ളൂ. അതെ അതെ, ഭക്തി കൂടി അവർ 2 വട്ടം പോയിട്ടുണ്ട്. നമ്മ ഇതുവരെ പോയിട്ടില്ല, ഞാനും ദേവും. സോ നമ്മളപ്പോ ഒന്ന് വടക്കുന്നാഥലിൽ പോവുമായിരിക്കും. അതിനായിട്ട് വേറെ ഏതൊരു അമ്പലവും കൂടി ഉണ്ട്. നമ്മളിപ്പോ ഫുള്ള് എന്താ പറയാ, ഭക്തിയുടെ മാർഗത്തിൽ കൂടെയാണ്. റിസൾട്ട് അതിനോണ്ടൊന്നും അല്ല കേട്ടോ, ആർക്കും സംശയമൊന്നും തോന്നരുത്. അങ്ങനെയൊന്നും അല്ല, നമ്മളല്ലാണ്ടുള്ള ഭക്തി കൊണ്ട് പോണേണ്. സോ നമുക്കെന്നാ നമ്മപ്പോ അതെ അതെ, നമ്മളിപ്പോ ഈയിടെയായിട്ട് എല്ലാ അമ്പലത്തിനും പോക്കാണ് ഇപ്പൊ നമ്മുടെ പണി, ഹോബി. നമ്മൾ കറങ്ങാനൊന്നും പോകാറില്ല. സോ നമ്മളിപ്പോ ഞങ്ങളുടെ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അടുത്ത് തന്നെ. സോ അവിടെ നമ്മൾ ട്രെയിൻ കയറിയിട്ടായിരിക്കും പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ഈ പാളത്തിൽ നിന്ന് ആ പാളത്തിലേക്ക് ചാടി കിടന്ന് മാസമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോണ 2 പേരെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം. നമുക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോകുന്നു. സോ ഗൈസ്, അപ്പൊ നമ്മളിങ്ങനെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൂട്ടുകാരപ്പം ട്രെയിനിൽ വന്നതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തില്ല. സോ നമ്മളിപ്പോൾ എക്സൈറ്റ്മെന്റിൽ എല്ലാവരും കിടന്ന് ഉറങ്ങായിരുന്നു. അതെ അതെ, അതോട് നമ്മളിനിപ്പോ അതല്ല ബസ് സ്റ്റാൻഡിലേക്കാണ് പോണത്. അവിടെ നിന്ന് ബസ് വരെ പോകുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മളങ്ങനെ സക്സസ്ഫുള്ളി അമ്പലത്തിലെത്തിയിട്ടുണ്ട്. എവിടെ അമ്പലം? അവിടെ അമ്പലമുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അമ്പലത്തിലും കൂടെ പോകുന്നതായിരിക്കും. നമുക്കപ്പോ പോയി പ്രാർത്ഥിക്കാം. വേണ്ട. സോ ഗൈസ്, നമ്മളപ്പോൾ അമ്പലത്തിലൊക്കെ പോയി. അതിന് സംശയമൊന്നും ഇല്ലല്ലോ, കണ്ടല്ലോ. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത ശക്തൻ സ്റ്റാൻഡിൽ പോയിട്ട് പിന്നെ അവിടെ നമ്മൾ ഏതമ്പലമാണ്, ആവണങ്ങാട് അമ്പലത്തിൽ പോകുന്നതായിരിക്കും. പിന്നെയും നമ്മൾ ഭക്തിയുടെ പാതയിലൂടെ പോകുന്ന പിള്ളേരാണ്. നിങ്ങളത് നോട്ട് ദ പോയിന്റ് അണ്ടർലൈൻ്റെ വേർഡ് പറയാനില്ല. എനിക്ക് എന്റെ വീട്ടുകാരുടെ സന്തോഷമായിരിക്കും. ഞാനിങ്ങനെ അമ്പലത്തിലൊക്കെ പോയി എല്ലാ കൊല്ലം വടക്കുന്നാഥ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് 2023 വന്നിട്ട് 4 വന്ന് ഇപ്പൊ 5 വന്നത് അല്ലേ. 2025 അടുത്ത കൊല്ലം വരണം. എന്റെ വീട്ടുകാര് ഞാൻ അമ്പലത്തിൽ തന്നെ ഞെട്ടും. ഭവ്യ ഇപ്പൊ ഫുള്ള് ഭക്ത അമ്പലം മറ്റേ ഭക്ത പാട്ടൊക്കെയാണ് കേൾക്കണേ. ഇപ്രാവശ്യം തുടങ്ങുന്നില്ല കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഇങ്ങനെ. എനിവേസ്, നമ്മളപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ വിഷ്ണുമായുടെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എൻട്രൻസ് ആണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഗൗരിയുടെ സജഷൻ കേട്ടോ. അമ്പലം പോലെ തോന്നുന്നില്ല. ഞാൻ റിസോർട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചു. പിന്നെ അമ്പലം പീസ്ഫുൾ ആണ്. ആൾക്കാര് മാറ്റിയ പീസ്ഫുള്ളാണ്. സോ ഗൈസ്, അപ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കണം. തിരിച്ച് വീട്ടിലോട്ട്. സോ അപ്പം ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ പേരെടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്യാത്തത് നമ്മുടെ കണ്ണിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഫോൺ വാങ്ങി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നാളത്തെ കണ്ടന്റ് ക്രിയേറ്ററാണ് ഈ ഇരിക്കുന്നത്. അതിന് എനിക്ക് വല്ലതും കിട്ടിയിട്ടുണ്ട്. ഇവള് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വേണം കടയിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ. സോ ഗൈസ്, ഓക്കെ, ബൈ.